ഫസ്റ്റ് ചാപ്റ്ററാണ് ഹ്യൂമാനിസം. എന്താണ് ഹ്യൂമാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനവികത അല്ലേ? മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ആ പേരിൽ തന്നെ മനുഷ്യനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന എന്തോ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. കൂടുതൽ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഒരു 3 പ്രധാനപ്പെട്ട പിക്ചേഴ്സ് കാണിച്ചിട്ടാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? ആദ്യത്തെ എല്ലാവർക്കും കിട്ടും. എന്താണ്? മൊണാലിസ അല്ലേ? ആരാണത് വരച്ചതെന്നറിയോ? യെസ്, ഡാവിഞ്ചിയാണ്. ഡാവിഞ്ചിയുടെ മൊണാലിസയാണ് ആദ്യം കിടക്കുന്നത്. രണ്ടാമത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഒരു സ്കൾപ്ചറാണ് കേട്ടോ. മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആരാണ് ഉണ്ടാക്കിയെന്നറിയോ? മൈക്കൽ ആഞ്ചലോ. 6th സോറോ എന്നാണ് അതിൻ്റെ പേര്. പേരൊന്നും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല അല്ലേ? പക്ഷെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് മാതാവും ഈശോയും ആണെന്ന്. ഓക്കെ, അതാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ കൊടുത്തിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ആണല്ലേ കാണാൻ. എന്തായിരിക്കും എന്നറിയോ? അതാണ് ടെലസ്കോപ്പ്. ആരുടെ? ഗലീലിയോ മോഡിഫൈ ചെയ്ത 1609 എന്ന് പറയുന്ന വർഷത്തിൽ ഗലീലിയോ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ടെലസ്കോപ്പാണ് മൂന്നാമത് കൊടുത്തിരിക്കുന്ന പിക്ചർ. അപ്പം നിങ്ങൾ വിചാരിക്കും പാഠത്തിൻ്റെ പേരും ഈ പിക്ചേഴ്സും തമ്മിലൊരു ബന്ധം ഇല്ലല്ലോ എന്ന് അല്ലേ? ഇപ്പം അങ്ങനെ തോന്നുമെങ്കിലും കുറച്ച് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും എന്താണ് എന്ത് കാരണത്താലാണ് ഈ പിക്ചേഴ്സ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ആദ്യം ഇവർ കാണിച്ചു തന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് പതിയെ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കോട്ട് തന്നിട്ടുണ്ട്. ഈ കോട്ട് പറഞ്ഞിരിക്കുന്നത് ആരാന്നറിയോ? റോജർ ബേക്കോൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്ര തത്വചിന്തകൻ, ഒരു സയൻറ്റിഫിക് ഫിലോസഫർ. ഇംഗ്ലണ്ടിലാണ് ആൾ ജീവിച്ചിരുന്നത് കേട്ടോ. ഏത് നൂറ്റാണ്ടിലാണെന്നറിയോ? 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനായിരുന്നു റോജർ ബേക്കോൺ. അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ആദ്യം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും ആൾ പറഞ്ഞു വെക്കുന്നത് റാഷണലിസത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അറിവിനെ പറ്റിയിട്ടും ലവിനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്താണ് റാഷണലിസം? റാഷണലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുക്തിപരമായി ചിന്തിക്കുക. നമ്മൾ ഒരു കാര്യം കണ്ടു അല്ലെങ്കിൽ കേട്ട പാടെ പ്രവർത്തിക്കാതെ അതിന് പിന്നിലെ സത്യവും എല്ലാം നമ്മൾ മനസ്സിലാക്കി എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് മാത്രം വിശ്വസിക്കുന്ന നമ്മൾ റാഷണലിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ വേണം നമ്മൾ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട്. അപ്പം അതിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മുടെ റോജർ ബേക്കോൺ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് കോട്ടൊന്ന് വായിച്ചു നോക്കാം. ടു നെഗ്ലക്റ്റ് നോളജ് ഈസ് ടു നെഗ്ലക്റ്റ് വെർച്യൂ. The intellect lightened by the flame of goodness cannot help but love it. Love is only born of knowledge. Reason is the guide of your right will. It is a reason which leads us to salvation. Salvation എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയില്ലേ മോക്ഷം കിട്ടാനായിട്ട് എന്നൊക്കെ. യെസ്, അപ്പം എന്താണ് ഈ കോട്ടിൽ പറയുന്നത്? നമ്മൾ അറിവിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നന്മയെ നിഷേധിക്കുന്ന പോലെയാണ്. ഓക്കെ, ആ നന്മയുടെ ജ്വാല, ഇവിടെ ഫ്ലെയിം എന്നൊക്കെ പറയുന്നില്ലേ, ആ നന്മയുടെ ജ്വാലയാലാണ് നമ്മുടെ ബുദ്ധി എന്ത് ചെയ്യുന്നത്? ലൈറ്റൻ ചെയ്യുന്നത്, പ്രകാശിക്കുന്നത്. ആ പ്രകാശിച്ചാൽ മാത്രമാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അഥവാ നമുക്ക് ഒന്നിനെയും സ്നേഹിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് ലവ് ജനിക്കുന്നത്, സ്നേഹം ഉണ്ടാവുന്നത്? അറിവിൽ നിന്നാണ്. ലവ് ഈസ് ഓൺലി ബോൺ ഓഫ് നോളജ്. ലവ് നോളജിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. റീസൺ ഈസ് ദ ഗൈഡ് ഓഫ് യുവർ റൈറ്റ് വിൽ. അങ്ങനെ നമുക്ക് ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ പറയുന്നത് യുക്തിനെ പറ്റിയിട്ടാണ്. റീസൺ ഈസ് ദ ഗൈഡ് ഓഫ് യുവർ റൈറ്റ് വിൽ. നമുക്ക് യുക്തി ഉണ്ടെങ്കിലാണ്, യുക്തിപരമായി ചിന്തിക്കാൻ പറ്റിയാൽ മാത്രമേ ശരിയായ മാർഗത്തിലൂടെ ചിരിക്കാൻ പറ്റൂ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സാൽവേഷൻ, മോക്ഷം കിട്ടുക. ഓക്കെ, ഇതാണ് റോജർ ബേക്കോൺ പറഞ്ഞു വെക്കുന്ന ഒരു കോട്ട്. ഡ്യൂറിങ് ഹിസ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 13ാം നൂറ്റാണ്ടിൽ ദ റൂളേഴ്സ് ഓഫ് യൂറോപ്പിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയണേ. യൂറോപ്പിലെ ഭരണകർത്താക്കൾ എന്ത് ചെയ്തു? ഈ റാഷണലിസം ഒന്നും മൈൻഡ് ചെയ്തില്ല. അവരതെല്ലാം ഡിനൈ ചെയ്തു. അവരതൊന്നും വകവെച്ചില്ല. അപ്പോൾ റാഷണലിസം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞപ്പോൾ നമുക്ക് ശരിയായ പാതയിലൂടെ ചരിക്കാൻ അല്ലെങ്കിൽ ശരിയായ മാർഗത്തിലൂടെ ചരിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് റാഷണലിസം അല്ലേ? പക്ഷെ
അതൊന്നും അവർ വകവയ്ക്കാത്തത് കൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് യൂറോപ്പ് അത്ര നല്ല രീതിയിലല്ല പോയിരുന്നത്. തിങ്കേഴ്സ് ലൈക്ക് റോജർ ബേക്കോൺ questioned the existing feudalistic power system and its ideas and concepts. അപ്പോൾ ഈ റോജർ ബേക്കോൺ പോലത്തെ ചിന്തകന്മാർ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന വ്യവസ്ഥകളെ, ഫ്യൂഡലിസ്റ്റിക് പവർ സിസ്റ്റത്തിനെയൊക്കെ, എന്താണ് ഫ്യൂഡലിസ്റ്റിക് പവർ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ ഒരു ടേബിളൊക്കെ വരച്ചിട്ട് ആദ്യം രാജാക്കന്മാർ, പിന്നെ നോബിൾസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തട്ടായി തിരിച്ചിട്ടുള്ള ഭരണം, അതിനെയാണ് ഫ്യൂഡലിസ്റ്റിക് പവർ സിസ്റ്റം. അതൊക്കെ എന്ത് ചെയ്തിരുന്നു? അതിനെയെല്ലാം ചോദ്യം ചെയ്തു. ആര്? ഈ റോജർ ബേക്കോൺ പോലത്തെ ചിന്തകന്മാർ. ആസ് എ റിസൾട്ട് many of those thinkers were subjected to cruel persecution and imprisonment. Some of them even lost their lives. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇവരെല്ലാം പ്രതികരിച്ചു, ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയപ്പം ആ ഭരണകർത്താക്കൾ വെറുതെ ഇരിക്കുന്നൊന്നുണ്ടാ? ഇല്ല. അവരെന്ത് ചെയ്തു? ഒരുപാട് പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്തു. അവരെ പിടിച്ച് ജയിലിലൊക്കെ ഇടാനായിട്ട് തുടങ്ങി. കുറച്ച് പേർക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടു. ഇതാണ് ആദ്യം സംഭവിച്ചത്. ബട്ട് ലേറ്റർ സിറ്റുവേഷൻസ് ബിഗാൻ ടു ചേഞ്ച്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം എന്ത് ചെയ്തു തുടങ്ങി? അവിടെ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി. ആദ്യമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നെങ്കിലും പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ചു. ഇതാണ് തുടക്കത്തിൽ ഒരു പറയുന്നത്. അപ്പോൾ ഇതൊരു 13-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം പറയാണ്. റാഷണലിസം ഇല്ലാതെ ചരിച്ചിരുന്ന യൂറോപ്പിലെ ജനങ്ങൾ. ഓക്കെ, എന്താണ് റാഷണലിസം എന്ന് മനസ്സിലായില്ലേ? ഒരാൾ പറയുന്നു, അതിനനുസരിച്ച് അങ്ങോട്ട് പ്രവർത്തിക്കുന്നു. അല്ലാണ്ട് അതിന് പിന്നിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളോ അതൊന്നിനെ പറ്റിയും അവർ ആലോചിക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ചരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നല്ല കാര്യങ്ങളാണോ സംഭവിക്കുക? അല്ല അല്ലേ? അപ്പോൾ അന്നത്തെ കാലത്ത് ഭരണമൊന്നും അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജിലെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന റോജർ ബേക്കോണിൻ്റെ ഒരു പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് കാണാം അല്ലേ? യെസ്. ഇനി അടുത്ത എന്താണ് പറയുന്നത്? ഇപ്പം നമ്മൾ ഏത് നൂറ്റാണ്ടിലെ കാര്യമാണ് പറഞ്ഞിരുന്നേ? 13-ാം നൂറ്റാണ്ട്. ഇനി 14-ാം നൂറ്റാണ്ട് മുതൽ ഫ്രം 14th century onwards a series of changes took place in the social, economic and political spheres of Europe. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലെ പല ഭാഗങ്ങളിലായിട്ട് 14-ാം നൂറ്റാണ്ട് മുതൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഏതൊക്കെ മേഖലയിൽ? സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ 14-ാം നൂറ്റാണ്ട് മുതൽ എവിടെ സംഭവിച്ചു? യൂറോപ്പിൽ സംഭവിച്ചു തുടങ്ങി. Along with the influence of Greco-Roman cultures of ancient Europe, a tendency to move away from the ideas that existed in the medieval times also gained strength. എന്ന് പറഞ്ഞാൽ അവിടെ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് ഒരു കാരണം കൂടിയുണ്ട്, അല്ലെങ്കിൽ ഒരു കൾച്ചർ, ഗ്രീക്കോ റോമൻ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ എന്താണെന്ന് നോക്കണ്ടേ? അതിനാണ് ഇവിടെ ഒരു പെട്ടിക്കളി കണ്ടോ നിങ്ങൾ? ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഗ്രീക്കോ റോമൻ സംസ്കാരം. The two most important civilizations that existed in the ancient Europe were ഏതൊക്കെയാണ്? ഗ്രീക്ക് ആൻഡ് റോമൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറോപ്പിൽ, പണ്ട് യൂറോപ്പിൽ 2 സിവിലൈസേഷൻസ് ആണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞേ? ഗ്രീക്കും ഉണ്ടായിരുന്നു, റോമൻ ഉണ്ടായിരുന്നു. നമ്മൾ അവയെ എന്ത് വിളിച്ചു? ക്ലാസിക്കൽ സിവിലൈസേഷൻസ് എന്ന് വിളിച്ചു. ഓക്കെ. The Greek civilizations was from 12th to 4th century BCE. ഇനിയൊന്നുമില്ല, അത് ഏതൊക്കെ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് ജസ്റ്റ് പറഞ്ഞു വെക്കുവാണ്. ഗ്രീക്ക് സിവിലൈസേഷൻ 12ാം തൊട്ട് 4 സെഞ്ചുറി, 4th century BCE വരെയാണ് ഉണ്ടായിരുന്നത്. റോമൻ സിവിലൈസേഷൻ 7th century BCE മുതൽ 5th century CE വരെയൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു വെക്കുവാണ്. വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് മനസ്സിലായി പ്രധാനമായിട്ടും യൂറോപ്പിലുണ്ടായിരുന്ന, ആൻഷ്യൻറ്റ് യൂറോപ്പിലുണ്ടായിരുന്ന 2 സംസ്കാരങ്ങളായിരുന്നു ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ എന്ന് നമുക്ക് ക്ലിയർ ആണ് അല്ലേ? സോ
ഇവിടെ യൂറോപ്പിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഒരു കാരണമാണ് എന്ത്? ഗ്രീക്കോ റോമൻ. ആ രണ്ട് പേരെയും ഒരുമിച്ച് പറയാണ് ഗ്രീക്കോ റോമൻ കൾച്ചേഴ്സ്, സംസ്കാരങ്ങൾ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ചേഞ്ചസ്. ഇങ്ങനെ മാറ്റങ്ങൾ വരാനായിട്ട് ഉണ്ടായിട്ടുള്ള പ്രധാന കാരണങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത് പറയാണ് ഹ്യൂമാനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്. ഒരു മനുഷ്യനെ വില കൊടുത്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക, ഓക്കെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ചിന്താഗതിയെ ആസ്പദമാക്കിയിട്ട് പ്രവർത്തിക്കുക. അതിനെയാണ് മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്, മാനവികത എന്ന് പറയുന്നത്. അത് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണല്ലോ ഈ റോജർ ബേക്കോൺ പോലെയുള്ള ആളുകളെ ഒരുപാട് അവർ പീഡിപ്പിച്ചത്, ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തടവിലിടുന്നു ഒക്കെ ചെയ്തത്. അപ്പം ആദ്യത്തെ പ്രധാന കാരണം ഹ്യൂമാനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവാണ്. മനുഷ്യ കേന്ദ്രീകൃതമായി അവരെന്ത് ചെയ്തു? അവർ ഓരോ കാര്യങ്ങൾ കണ്ടു. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് പറയാം ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ് എന്ന് പറഞ്ഞാൽ നഗര ജീവിതത്തിൻ്റെ വളർച്ച എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ മാറി കുറച്ചൊക്കെ നഗരങ്ങൾ, സിറ്റികളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങി. അതാണ് ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മൂന്നാമത്തെ കാരണം പ്രോഗ്രസ് ഓഫ് ട്രേഡ്. വ്യാപാരങ്ങൾ, കച്ചവടങ്ങളൊക്കെ ഒരുപാട് കൂടി. അപ്പം അതൊരു കാരണമാണ്. നാലാമത്തെ പോയിന്റ് ആണ് റൈസ് ഓഫ് നാഷൻ സ്റ്റേറ്റ്. ഒരു രാജ്യത്തിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 2 എക്സാമ്പിൾ പറഞ്ഞേ. യെസ്, കേരളം, തമിഴ്നാട്, ഡൽഹി. ഓക്കെ, അതുപോലെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ വളർന്നു വരികയും ഉണ്ടാവുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ഇൻഡിവിജ്വൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം. ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ലഭിച്ചു തുടങ്ങി. അതും മാറ്റങ്ങൾക്ക് കാരണമാണ്. ഓക്കെ, ഇനി ആറാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? റാഷണലിസം. എന്താണ് റാഷണലിസം? ഞാൻ ആദ്യം തൊട്ടേ പറയുന്നു ചാപ്റ്ററിൻ്റെ. എന്താണ്? നമ്മളൊരു കാര്യം അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാജാവ് പറയുന്ന ഒരു കാര്യം, അത് നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കാതെ അല്ലെങ്കിൽ പ്രവർത്തിക്കാതെ അതെന്താണ് കാര്യം എന്ന് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ റാഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, അത് അവിടുത്തെ റൂളേഴ്സും ഭരണകർത്താക്കളും ഫോളോ ചെയ്തു. റാഷണലിസ്റ്റിക് മനോഭാവത്തോടു കൂടി പ്രവർത്തിച്ചു. അതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇനി സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ മതേതരമായിട്ടുള്ള മൂല്യങ്ങളുടെ വ്യാപനം എന്ന് പറഞ്ഞാൽ നമ്മൾ മതപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിന് പുറമെ മനുഷ്യരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ വളർന്നു വന്നു. അല്ലാതെ ഈ മതപരമായി മാത്രം അല്ല, മതത്തിന് പുറമേയുള്ള ഒരുപാട് അവകാശങ്ങളും കാര്യങ്ങളും അവിടെ സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അതും ഒരു വലിയ മാറ്റത്തിന് കാരണമാണ്. ഇനി മോണിറ്ററി എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കാശ്, മണി അവിടെ നിലവിൽ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കൈമാറ്റങ്ങൾക്കും അവിടെ എന്തുപയോഗിച്ചാണ് കൈമാറ്റവും വാങ്ങലും കൊടുക്കലൊക്കെ ചെയ്യുന്നത്? കാശ് ഉപയോഗിച്ചാണ്. അങ്ങനെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് മോണിറ്ററി എക്കണോമി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എന്തിനും ആധാരം മണിയാണ്. അങ്ങനെ വരും. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? ഇമ്പോർട്ടൻസ് ഗെയിൻഡ് ബൈ റീജിയണൽ ലാംഗ്വേജസ്. അവിടെ നിലവിലുണ്ടായിരുന്ന പ്രാദേശിക ഭാഷകൾക്ക് ഒരുപാട് പ്രാധാന്യം ലഭിച്ചു. അതാണ് റീജിയണൽ ലാംഗ്വേജ്. അവിടെ നിലവിലുള്ള ഏത് ഭാഷയാണോ ആ ഭാഷയ്ക്ക് ഒരുപാട് പ്രാധാന്യം ലഭിച്ചു. ഇനി അടുത്തത് പറയാണ് ചേഞ്ചസ് ഇൻ ദ റെൻസ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കലയ്ക്കും ശാസ്ത്രത്തിനും പുറമെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തിന്? അവിടുത്തെ കലകൾക്കും ശാസ്ത്രം, സയൻസിനൊക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. എവിടെ ഉണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? യൂറോപ്പിൽ അല്ലേ? 14ാമത്തെ സെഞ്ച്വറിയിൽ യൂറോപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ് നമ്മളിപ്പോൾ പോയിന്റുകളായിട്ട് പറഞ്ഞത്. ഒരു 6-8 എണ്ണെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചിരിക്കണം. ഓക്കെ, മൊത്തം പഠിക്കാൻ സിമ്പിളാണല്ലേ? സോ അത് പഠിക്കാം. ഇനി അടുത്തെന്താണ് പറയുന്നത്? These changes were particularly evident in എവിടെയാണ്? ഇറ്റലി.
ഇറ്റലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ റോമൻ സംസ്കാരം, റോമൻ സിവിലൈസേഷൻ്റെ ഒരു ഭാഗമായിരുന്നു നമ്മുടെ ഇറ്റലി. ഓക്കെ, അപ്പോൾ ഈ ഇറ്റലിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിസ്റ്റോറിയൻസ് ടേംഡ് ദിസ് ചേഞ്ചസ് റിനൈസൻസ്. ഈ ചരിത്രകാരന്മാരെ ഇതിനെ റിനൈസൻസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? റിനൈസൻസ്. അപ്പോൾ എന്താണ് റിനൈസൻസ്? ഒരു മാറ്റം സംഭവിച്ചൊരു കാലമാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? യെസ്, എന്ത് മാറ്റമാണ് എന്നാണ് അടുത്ത സെൻറ്റൻസിൽ പറയുന്നത്. റിനൈസൻസ് ഈസ് കൺസിഡേർഡ് ആസ് എ പീരീഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം എവിടുന്ന്? മിഡീവിയൽ ഫ്യൂഡലിസത്തിൽ നിന്ന് മോഡേൺ ഏജിലോട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ്റെ കാലഘട്ടമാണ്, പീരീഡാണ് എന്ത്? റിനൈസൻസ്. അപ്പോൾ എന്താണ് റിനൈസൻസ് എന്ന് മനസ്സിലായില്ലേ? ദ റിനൈസൻസ് ഈസ് കൺസിഡേർഡ് ആസ് എ പീരീഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം എവിടുന്ന്? പണ്ടുണ്ടായിരുന്ന ഫ്യൂഡലിസ്റ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം രാജാക്കന്മാർ തട്ടായിട്ടുള്ള ഭരണം അല്ലേ, അതിൽ നിന്ന് ഉള്ള ഒരു മാറ്റം, മോഡേൺ ഏജിലോട്ടുള്ള ഒരു മാറ്റത്തിനെയാണ് നമ്മൾ നവോത്ഥാനം അഥവാ റിനൈസൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് പറയുന്നത് റിനൈസൻസിനെ പറ്റിയിട്ടാണ്. ഇറ്റലിയിലാണ് പ്രധാനമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു അല്ലേ? യെസ്. അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇറ്റലിയിൽ ഉണ്ടായത്, ഇറ്റലിയിൽ എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ സംഭവിച്ചത് എന്നൊക്കെയാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. അതിനു മുൻപ് റിനൈസൻസിനെ പറ്റിയിട്ട് അവർ കൂടുതൽ പറയുന്നുണ്ട്. റിനൈസൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം റീബർത്ത്. റീബർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പുനർജന്മം അല്ലേ? ഇറ്റ് ഡിനോട്ട്സ് ദ സർവൈവൽ ഓഫ് ആൻഷ്യന്റ് ഗ്രീക്കോ-റോമൻ കൾച്ചർ വിച്ച് ബിഗാൻ അറൌണ്ട് ദി 14th century. 14ാം നൂറ്റാണ്ടോട് കൂടെ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രീക്കോ-റോമൻ സംസ്കാരം ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതിൻ്റെ ഉത്ഭവം, അതിനെയാണ് നമ്മുടെ എന്ത് പറയുന്നത്? റിനൈസൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഈ ചാപ്റ്ററിൻ്റെ അവസാനം എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ സ്വയം ഒന്ന് നോക്കി നോക്കുക, എന്താണ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, സിമ്പിളാണ്. എനിവേ നമുക്ക് അടുത്തത് പഠിക്കാം. വൈ റിനൈസൻസ് ഇൻ ഇറ്റലി? എന്തുകൊണ്ട് ഇറ്റലിയിൽ റിനൈസൻസ് സംഭവിച്ചു? നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ ഉണ്ടായി എന്നാണ് ചോദിക്കുന്നത്. അവരൊരു മാപ്പ് തന്നിട്ടുണ്ട്. മിഡീവിയൽ ഇറ്റലിയിൽ ഉണ്ടായിരുന്ന സിറ്റികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഒന്ന് വേഗം വായിച്ച് നോക്കിക്കേ. അവിടെ കൊടുത്തിരിക്കുന്ന പേരുകൾ പറഞ്ഞാൽ മതി. ഏതൊക്കെയാണ്? മിലാൻ അല്ലേ, മിലാൻ ഉണ്ട്. പിന്നെ ഏതായത്? പാർമയുണ്ട്, ജനോവയുണ്ട്, വെനീസ് ഉണ്ട്, ഫ്ലോറൻസ്. അപ്പം അങ്ങനത്തെ കുറച്ച് സിറ്റികൾ നിങ്ങൾക്ക് ഇവിടെ എഴുതി വയ്ക്കാം. ഓക്കെ, എഴുതി വയ്ക്കുമെന്ന് വിചാരിക്കുന്നു. സിറ്റീസ് ഇൻ ഇറ്റലി വർ ഡിഫറെൻറ്റ് ഫ്രം ദി റെസ്റ്റ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിലെ പല ഭാഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഇറ്റലിയിലെ ഈ പറഞ്ഞ സിറ്റികൾ. അപ്പം എന്തുകൊണ്ടാണ് ഇറ്റലിയിലെ സിറ്റികൾക്ക് മാത്രം ഇത്ര പ്രത്യേകത എന്ന് ഇവിടെ അവർ പറയുന്നുണ്ട്. 2 പോയിന്റിലാണ് പറയുന്നത്. 2 പോയിന്റ് നമുക്ക് വായിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. സോറി, ഞാനിവിടെ ഒരു സ്റ്റാർ വരച്ചതാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇറ്റലിയിലെ സിറ്റികൾക്ക് യൂറോപ്പിലെ ബാക്കി സിറ്റികളെക്കാളും വളരെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇത്രയും ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ദേ വേർ മോർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഒരു സ്വാതന്ത്ര്യം കൂടുതലുള്ള ഒരു സിറ്റികളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആരെയും ഇങ്ങനെ ആശ്രയിച്ച് നിൽക്കുന്നവരല്ലായിരുന്നു. പിന്നെ അവർക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു. ഡൈനാമിക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആണ്, അവരൊക്കെ ഭയങ്കര ഊർജ്ജസ്വലരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും, അതുപോലെ തന്നെ ആ സിറ്റി അങ്ങനെയായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ പോയിന്റായിട്ട് പറയുന്നത് ട്രേഡേഴ്സ് ഇൻ ദീസ് സിറ്റീസ് വെർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. അവിടെ വ്യാപാരം നടത്തിയിരുന്ന ആളുകൾക്ക് ബാങ്കിങ്ങിനെ പറ്റിയിട്ടും ഇൻഷുറൻസ് ഇടപാടുകളെ പറ്റിയിട്ടുമെല്ലാം നല്ല ബോധ്യമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കാശ് എങ്ങനെ കൈമാറ്റം ചെയ്യാം എന്നതൊക്കെ അവർ നന്നായി പഠിച്ചിട്ടുള്ള ആളുകളായിരുന്നു. അതുപോലെ തന്നെ സം ഓഫ് ദം ഹാഡ് എക്സ്പെർട്ടൈസ് ഇൻ ദ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് സച്ച് ആസ് ബുക്ക് കീപ്പിംഗ്.
എന്ന് പറഞ്ഞാൽ ഈ വരവ് ചെലവുകളുടെ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. അത് തന്നെയാണ് ഈ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന വ്യാപാരം ചെയ്തിരുന്ന ആളുകൾ എന്ത് ചെയ്തിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും ഒരു ബുക്ക് കീപ്പ് ചെയ്യും, ഈ വരവ് ചെലവ് കാര്യങ്ങൾ എഴുതി വെക്കാനായിട്ട്. അങ്ങനെ ചെയ്തിരുന്നവരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ട്രേഡേഴ്സ്. മെനി ഓഫ് ദം ഹാഡ് ബിക്കം എക്സ്ട്രീംലി വെൽത്തി ത്രൂ ട്രേഡ്. ഈ വ്യാപാരങ്ങളിലൂടെ, ട്രേഡിലൂടെയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരുവിധം ആളുകളും എന്തായത്, നല്ല വെൽത്തി ആയത്. ഇതാണ് 2 പോയിന്റുകൾ. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അവർ താഴെ ബുക്ക് കീപ്പിങ്ങിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. നമുക്ക് വായിക്കാം. Detailed recording of the income and expenditure of an establishment on a daily basis is called bookkeeping. ഞാൻ പറഞ്ഞത് തന്നെയാണ്. എന്ത് ചെയ്യാം, നമുക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്ന കാശ്, ഇൻകം, അതിനെ പറ്റിയിട്ട് എഴുതി വെക്കുക. നമുക്ക് നമ്മൾ ചിലവുകൾ അത് നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുക. എല്ലാ ദിവസവും നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു അക്കൗണ്ടിങ് സംബന്ധിച്ച് നോക്കുമ്പോഴും ആദ്യം വരുന്നത് ഈ പറഞ്ഞ ബുക്ക് കീപ്പിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു. ആർക്ക്? ഇറ്റലിയിൽ ഉണ്ടായിരുന്ന ട്രേഡേഴ്സിന്. ഓക്കെ, അതായിരുന്നു 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ. എന്ത് കാരണങ്ങൾ? യൂറോപ്പിലെ ബാക്കി സിറ്റികളെക്കാളും ഇറ്റലിയിലെ സിറ്റികൾക്ക് ഒരു പ്രാധാന്യം അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാവാനായിട്ടുള്ള 2 കാരണമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ദി കമേഴ്ഷ്യലൈസേഷൻ ദാറ്റ് ഒക്കേർഡ് ഇൻ യൂറോപ്പ് ബൈ ദി 11th century led to disintegration of feudal system, medieval feudal system and the decline of religious supremacy. എന്താണ് കമേഴ്ഷ്യലൈസേഷൻ അല്ലേ? 11th century 11ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ എന്താ സംഭവിച്ചത്? വാണിജ്യവൽക്കരണം, കമേഴ്ഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം, അഥവാ ഒരു സ്പൈസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രോപ്പ് ആയിക്കോട്ടെ, അത് അവരവിടെ പ്രൊഡക്ഷൻ ചെയ്തു, അത് മാർക്കറ്റ് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനെയാണ് നമ്മൾ കമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയാം കേട്ടോ. അഥവാ ട്രേഡിങ് മാത്രമല്ല, അത് അവർ എന്താ പറയുക, പ്രൊഡക്ഷൻ ചെയ്തു. ഉൽപാദനം, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? യെസ്, അതാണ് കമേഴ്ഷ്യലൈസേഷൻ. അത് 11ാം സെഞ്ചുറി മുതൽ യൂറോപ്പിൽ നടന്നിരുന്നു. അത് കാരണം അന്നുണ്ടായിരുന്ന ഫ്യൂഡൽ സിസ്റ്റം, നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നതാണ് കേട്ടോ, തട്ടുതട്ടായിട്ടുള്ള ഭരണം, അതെല്ലാം തന്നെ നശിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ മത മേധാവിത്വം അവിടെ ഇല്ലാതായി തുടങ്ങി. പക്ഷെ മതം പൂർണ്ണമായി പോയിട്ടില്ല, എന്നാൽ അതിൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. എന്ത് കാരണം? കമേഴ്ഷ്യലൈസേഷൻ വന്നപ്പോൾ. അങ്ങനെ ഈ ഒരു കമേഴ്ഷ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം വന്നപ്പം എന്താ ഉണ്ടായത്? ഒരുപാട് ധനികരായിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി. ദിസ് ലെഡ് ടു ദി എമർജൻസ് ആൻഡ് ഡോമിനേഷൻ ഓഫ് ന്യൂ വെൽത്തി ക്ലാസ്സസ്. പുതിയ ധനിക കുടുംബങ്ങൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ ഉത്ഭവിക്കുവാനും അവര് മുന്നോക്കം നിൽക്കാനായിട്ട് തുടങ്ങി. അപ്പം അങ്ങനെ ഉണ്ടായപ്പം അവര് പറഞ്ഞു, ആസ് എ റിസൾട്ട് സെവറൽ വെൽത്തി ഫാമിലീസ് ഓൾസോ എമേർജ്ഡ് ഇൻ ഇറ്റലി. ദേ ഡിമാൻഡഡ്, അവരെന്താണ് ഡിമാൻഡ് ചെയ്തത്? എ ഷെയർ ഇൻ ദി പൊളിറ്റിക്കൽ പവർ. അവർക്കും കൂടെ രാഷ്ട്രീയപരമായി ഒരു അധികാരം വേണം, അല്ലെങ്കിൽ അവർക്ക് അത് വേണം എന്ന് അവരെന്ത് ചെയ്തു? ഡിമാൻഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഡിമാൻഡ് ചെയ്ത അല്ലെങ്കിൽ അങ്ങനെ വെൽത്തി ആയിട്ടുള്ള ഫാമിലികൾ ഏതൊക്കെയാണ് എന്നത് താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫാമിലി ഏതാണെന്നും അവരേത് സിറ്റി, ഏത് ഇറ്റാലിയൻ സിറ്റിയിലാണ് ഉണ്ടായിരുന്നത് എന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 5 എണ്ണം ഇത് പഠിക്കണം കേട്ടോ. ഒന്നാമത്തെയാണ് മെഡിച്ചി. ഈ സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. സോ അതൊന്ന് എവിടെയും എഴുതി വെക്കുക, എന്തിനൊക്കെ ചെയ്യണം. മെഡിച്ചി, അത് ഫ്ലോറൻസ് എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ് ഉള്ളത്. ഇനി സ്ഫോർസ എന്ന് പറയുന്ന ഫാമിലി മിലാൻ എന്ന് പറയുന്ന സിറ്റിയിലായിരുന്നു. ഇനി ഫർണീസി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഫാമിലി പാർമ എന്ന് പറയുന്ന നഗരത്തിലാണ് ഉള്ളത്. ഇനി ഓർസീനി നേപ്പിൾസ്, വിസ്കുന്തി മിലാൻ. അപ്പം 5 ഇറ്റാലിയൻ ഫാമിലീസും അതിൻ്റെ സിറ്റീസും പഠിക്കുക. സിമ്പിൾ അല്ലേ? യെസ്.
അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടം വരെയാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ ചാനലൊക്കെ. ഓക്കെ, താങ്ക് യു.